എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരിൽ നിന്ന് വരുന്നു. കാലടിക്കടുത്ത് 11/10/2021 ഞാൻ ഉടമ്പടി എടുത്തത്. അതിനുമുമ്പ് ഞാൻ കൃപാസനിൽ വന്നിരുന്നു, വേറൊരു അമ്മയും കൊണ്ട് വന്നത്. അപ്പോൾ വന്നൊക്കെ ഞാനിങ്ങനെ ഉടമ്പടി എടുക്കാനൊക്കെ ആയിട്ട് ചോദിച്ചു. എനിക്കതിനെപ്പറ്റി അറിയില്ലായിരുന്നു. ഇങ്ങനെ ഉടമ്പടി ഞാൻ പെട്ടെന്ന് എടുത്തു പോകാവുന്നൊരു കാര്യമാണെന്ന് ഞാൻ ചോദിച്ചത്. പക്ഷേ അതുകൊണ്ട് എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഇവിടുന്ന് പോയി. ഞങ്ങളങ്ങനെ ജീവിച്ചു. കൊറോണ വന്നു 2021. അച്ഛൻ പറയുന്ന മാതിരി ഞങ്ങൾ ജീവിതത്തിൽ കാലാവസ്ഥ പെട്ടെന്ന് മാറി. ഒരു പരിധിവരെ നല്ല വലിയ കുഴപ്പമൊന്നുമില്ല ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഈ മുകളുടെ ചുണ്ട് വളരെ വെളുത്തു വരുന്നു. ഞാൻ വിചാരിച്ചു എന്താണെന്നറിയില്ല, ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് അടുത്തുള്ള ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തു. ബ്ലഡ് കൗണ്ട് അവർ പറഞ്ഞത് നോർമലായിരുന്നു. പക്ഷേ എനിക്ക് വീണ്ടും ഒരു സംശയം. ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ വീണ്ടും ഒരു വിശദമായ ചെക്കപ്പിന് നടത്തി. ആ ചെക്കപ്പിൽ അവിടുന്ന് ലാബിൽ തന്നെ വിളിച്ചു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തോ അപകടമുണ്ടെന്ന്. അതെ, എൻ്റെ മകളുടെ രോഗം തിരിച്ചറിഞ്ഞു. 2021 മെയ് മാസം 6-ാം തീയതി എൻ്റെ മോൾക്ക് ലുക്കേമിയാണെന്ന് ഡോക്ടർ പറഞ്ഞു. ഞങ്ങളാകെ തകർന്നുപോയി. എല്ലാവരും പറയും ചെയ്ത മാതിരി പ്രാർത്ഥനകൾ വന്നു. പക്ഷേ അന്ന് ഇവിടെയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. എല്ലാ സ്ഥലത്തും പ്രാർത്ഥനകൾ നടന്നു. കേരളത്തിലെ ഒട്ടുമിക്ക ധ്യാന കേന്ദ്രത്തിലേക്ക് ഞങ്ങളുടെ പ്രാർത്ഥന ലഭിച്ചിട്ടുണ്ടാവും. അതിനുശേഷം ഞങ്ങൾ ഡോക്ടറെ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർ പറഞ്ഞു 2 ചാൻസ് ഉണ്ട്. ആ രണ്ടും ഒന്നെങ്കിൽ നമുക്കിവിടെ ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, കീമോ ചെയ്യണം, ഒത്തിരി ബുദ്ധിമുട്ടാണ്. അതെല്ലാം ഒരു അനുഗ്രഹമുണ്ടെങ്കിൽ ദൈവം അനുഗ്രഹിച്ചാൽ നമുക്ക് സാധിക്കുമെന്ന് പറഞ്ഞു ഡോക്ടർ. എല്ലാം ഞാൻ ട്രീറ്റ്മെൻറ്റായി മുന്നോട്ട് പോയി. ഇവളുടെ ബോൺമാരോ മാച്ച് ചെയ്യുന്ന ആരെങ്കിലും നോക്കി. ഇന്ത്യയിലാകെ 4 പേരുള്ളൂ. ആ 4 പേരും വില്ലിങ് ആയിരുന്നില്ല. പിന്നെ വീണ്ടും യൂറോപ്പിലേക്ക് ഞങ്ങൾ വീണ്ടും ആ ഡോക്ടർ അപേക്ഷ ക്ഷണിച്ചു. ഞാൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഒരു അമ്മ പോളണ്ടിൽ നിന്നും ഇവൾക്ക് ബോൺമാരോ തരാനായിട്ട് സന്നദ്ധയായി. ശരിക്കും നല്ല കോവിഡിൻ്റെ കാലമാണ്. ഡോക്ടർ പറഞ്ഞു റിസ്ക്കാണ്, കോവിഡാണ്, തടസ്സങ്ങൾ വരാം. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ കുടുംബവും വളരെയധികം പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഡേറ്റൊക്കെ തീരുമാനിച്ചു. അപ്പോൾ ഇവൾ ഡൽഹിയിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഡൽഹിയിൽ ഡിഗ്രി ചെയ്യുന്ന സമയമായിരുന്നു. ഡൽഹി ഡിഗ്രി സമയം ഇവളുടെ ലാസ്റ്റ് സെം എക്സാം. ഇവൾ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഇവൾക്ക് പനി വന്നു. പനി എന്ത് ചെയ്താൽ മാറുന്നില്ല. ഡോക്ടർ പറഞ്ഞു ഞാൻ അറിയാവുന്ന ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്, പനി എന്താണെന്നും അറിയുന്നില്ല, നമുക്ക് വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇവൾക്ക് അവസാനം തിരിച്ചു ഫംഗൽ ന്യൂമോണിയാണ്. ഒത്തിരി സമയമെടുക്കും അത് മാറുന്നതിനുണ്ട്. വീണ്ടും ഞങ്ങൾ പ്രാർത്ഥന തന്നെ ശരണം. പ്രാർത്ഥിച്ച് ആ പനിയും ഇവളുടെ എക്സാമും ബ്ലഡ് മാറ്റുന്നതെല്ലാം ഒരേ സമയം തന്നെ ഇവൾ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി. ആ പരീക്ഷ നല്ല മാർക്കോടെ തന്നെ പാസ്സാകാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. അതേമാതിരി ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് ഡേറ്റ് വന്നു. ബോൺമാരോ ട്രാൻസ്പ്ലാന്റായിട്ട് ഇവളെ ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റിലേക്ക് മാറ്റി. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു ഞാനൊരിക്കലും ഇവളെ കാണാൻ പോകാൻ പറ്റില്ല, കാരണം കൊറോണ. ഞങ്ങളവിടെ കടക്കണേ തന്നെ ഒത്തിരി പ്രാവശ്യം കോവിഡ് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ കിടത്തിയുള്ളൂ. അങ്ങനെ ഇവളും അമ്മയും മാത്രമാണ് ആ റൂമിലുണ്ടായിരുന്നുള്ളൂ. ഇവളെ ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന യൂണിറ്റിലേക്ക് മാറ്റി ഇവൾ തന്നെയായി. അപ്പോൾ എന്നെ അമ്മ തന്നെ ആയതുകൊണ്ട് മാത്രം അവിടേക്ക് കടത്തി വിട്ടു. അപ്പോൾ അതിനു മുമ്പ് എന്നോട് പറഞ്ഞു നിങ്ങളിവിടെ വന്ന് ഒരു പ്രാവശ്യം ഉടമ്പടി എടുക്കാൻ ശ്രമിച്ചതല്ലേ, കൃപാസനത്തിൽ വന്നൊന്ന് ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് അച്ഛനെ കാണിച്ചു. മോളുടെ ഫോട്ടോ മൊബൈലിൽ അച്ഛനെ കാണിച്ചു. അച്ഛൻ ഈ മാതാവിൻ്റെ രൂപത്തിൽ മുട്ടിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഇവിടെ യൂണിറ്റിലേക്ക് മാറ്റിയിരുന്നു. ഞങ്ങൾ ഇവരുടെ ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. ഒത്തിരി കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ. അതൊന്നും ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ സമയം കൂടുതൽ പോകും, കൊച്ചിനും വിഷമം. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചതിന് മാത്രമേ ശരണമായിരുന്നു. എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം ഡോക്ടർ വിളിക്കും. ഞാൻ ഈ കാശുരൂപം കഴിപ്പിച്ച് ഡോക്ടറെ കാണാൻ പോകും. ഒരിക്കലും നല്ല വാർത്തകൾ ചിലപ്പോൾ ഡോക്ടർ പറയും, ചില പനിയാണെന്ന് പറയും. ഇവൾക്ക് ഞങ്ങളെ വേണമെങ്കിൽ കാണാനല്ല ഡോക്ടർ കാണിച്ചു തരും. ആ മുറിയിൽ ആരുമില്ല, ഡോക്ടർ മാത്രം, സ്പെഷ്യൽ ഒരു നേഴ്സും ഒരു ഡോക്ടറും മാത്രമാണ് ആ റൂമിൽ അഡ്മിഷനുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ കാണാൻ പറ്റില്ല. എന്നോട് ചോദിച്ചു ഓൺലൈനിൽ കാണണമെന്ന് വെച്ചാൽ പറഞ്ഞു വേണ്ട, എൻ്റെ മോൾ അങ്ങനെ കാണണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഇവളുടെ ബോൺമാരോടൊപ്പം ആ യൂണിറ്റിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. ഒരാളൊരു മെൻറ്ററായിരുന്നു, ഒരു ലേഡി. അവരുടെ ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് ഗ്രാഫ്റ്റ് ആവുന്നില്ലായിരുന്നു. ആ ബോൺമാരോ ഏകദേശം 25-30 ദിവസമായപ്പോൾ അവർ കരഞ്ഞു തുടങ്ങി. എനിക്കും പേടിയായി തുടങ്ങി. ഒരു പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ഇവളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അന്നൊക്കെ ജെറീക്കോ പ്രാർത്ഥന സമയമാണ്. അച്ഛൻ ഇവിടുന്ന് ജെറീക്കോ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് സൗകര്യമില്ല, കാരണം മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും സമ്മതിക്കില്ല. അവിടെ ആ മുറിയിൽ നിന്ന് പ്രാർത്ഥന മാത്രമായിരുന്നു ഞങ്ങൾക്ക് ശരണം. അങ്ങനെ ഒരു ദിവസം ഇവളുടെ 11-ാം തീയതി 12 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു അമ്മ ഇന്ന് എൻ്റെ ബ്ലഡിൻ്റെ ടോട്ടൽ കൗണ്ട് 200 ആയി. 200 എന്ന് പറഞ്ഞാൽ 4000-ന്
ആണ് മിനിമം വേണ്ടത്. 200 എന്ന് പറഞ്ഞു. കൊച്ച് വളരെ സന്തോഷമായിട്ട് കൊച്ചിന് അങ്ങനെ വന്നു. ഞങ്ങളും സന്തോഷിച്ചു. 200 ആയല്ലോ എന്ന് വെച്ച് തൊട്ടടുത്തുള്ള പനി വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, പനിയുള്ളത് കൊണ്ട് എനിക്ക് ഉറപ്പില്ല, നിങ്ങൾ പ്രാർത്ഥിക്കുക തന്നെ ശരണം എന്ന് പറഞ്ഞു. പക്ഷേ ഇവളുടെ പനി പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു പനിയുടെ കാരണം കണ്ടുപിടിച്ച് ഡോക്ടർ മെഡിസിൻ ചെയ്തു. ആ പനി മാറിക്കിട്ടി. അവളങ്ങനെ കറക്റ്റ് 14-ാമത്തെ ദിവസം ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റിൽ നിന്ന് പുറത്ത് കിടന്നു. ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. ആ ഹോസ്പിറ്റലിൽ നിന്ന് 5 മിനിറ്റ് യാത്ര ദൂരം പാലുള്ള ഒരു വീട്ടിലാണ് ഞങ്ങൾ താമസിക്കേണ്ടത്. അവിടെ ഞങ്ങൾ താമസിച്ചു. ഇവൾക്കൊരു ഭക്ഷണവും കഴിക്കാൻ പറ്റില്ല. ഒരു സ്പൂൺ വെള്ളം കുടിച്ച് 2 സ്പൂൺ ഛർദ്ദിക്കും. ഒരു കരിക്കട്ട മാരിയായിരുന്നു ഞങ്ങളുടെ കയ്യിൽ കിട്ടിയത്. ഞങ്ങൾ എന്നിട്ട് ഈ ഒരു രൂപമൊക്കെ അവളുടെ മേത്ത് തൊടിയിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഏകദേശം 4 മാസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കൊച്ചിൻ്റെ തൂക്കം കൂടിയത്. ഇവൾ തൂക്കം കൂടാൻ വേണ്ടിയിട്ട് 2 മൊബൈലൊക്കെ ഇട്ട് പോക്കറ്റിലിട്ട് കൊണ്ടുപോകും. അല്ലെങ്കിൽ ഡോക്ടർ പറയും, നിനക്ക് ഞാൻ 2 വീക്കിലുള്ള ഭക്ഷണം തരും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. അങ്ങനെ 2 മൊബൈലൊക്കെ ഇട്ടാണ് ഇവൾ തൂക്കം വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് മാറി 4 മാസത്തിന് ശേഷം വീട്ടിലേക്ക് വന്നു. ഞാൻ ഇങ്ങനെ പുറത്തുനിന്ന് പോകാൻ അനുവാദമില്ല. ഞങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് കോവിഡ് പിടിപെട്ടപ്പോൾ ആ ഡോക്ടർ പ്രത്യേകം പറയുമായിരുന്നു, അപ്പച്ചൻ അവിടെയൊക്കെ നടന്ന് ഒരിക്കലും ഇങ്ങനെയുള്ള കോവിഡ് അല്ലെങ്കിൽ വേറെ പനിയൊന്നും കൊണ്ട് കൊച്ചിൻ്റെ അടുത്ത് പോകരുതെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു. യാദൃശ്ചികമായിട്ട് എനിക്ക് കോവിഡ് പിടിപെട്ടു. ഞാനാകെ പേടിച്ചു പോയി. കോവിഡ് ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് താമസിച്ചത് 4 പേരും. പക്ഷേ ഞാൻ പെട്ടെന്ന് ഒരു വീട്ടിലേക്ക് മാറി താമസിച്ചു. ഭാഗ്യത്തിന് എൻ്റെ മക്കൾക്ക് ആർക്കും ദൈവം കോവിഡ് തന്നില്ല. ഇവൾ വീണ്ടും ആരോഗ്യത്തിൽ തിരിച്ചു വന്നു. ഡോക്ടർ പറഞ്ഞു, ഇനി ഇവളൊരു പഠിക്കാനായിട്ട് വിട്ടോ, കുഴപ്പമില്ല. ഇവൾ പഠിച്ചത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലായതുകൊണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ അയച്ചപ്പോൾ PGക്ക് പഠിക്കാനായിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇവൾക്ക് ആപ്ലിക്കേഷൻ കിട്ടി. പക്ഷേ കേരളത്തിൽ അപേക്ഷ എടുത്തപ്പോൾ ഒരു കോളേജിൽ നിന്ന് ഇവൾക്ക് അഡ്മിഷനുള്ള പേപ്പർ വരുന്നില്ല. എനിക്കറിയില്ലായിരുന്നു. MG യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അടുത്തുള്ള കോളേജിലൊക്കെ അന്വേഷിച്ചു. മാനേജ്മെൻറ്റ് സീറ്റിന് നോക്കി, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അവസാനം ഞാൻ ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു, എന്താണ് വഴി? ഇവളാണെങ്കിൽ കടന്ന് കരച്ചിൽ തുടങ്ങി, എനിക്ക് പഠിക്കണം, എനിക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയതല്ല, നിങ്ങളെന്താ വിടാതിരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോളെ നോക്കാം, മാതാവ് എവിടെയെങ്കിലും നമുക്ക് അനുഗ്രഹം തരുമെന്ന് പറഞ്ഞു. അവസാനം നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല, നിങ്ങൾ ഡയോസിലല്ല എന്ന് പറഞ്ഞത് കോളേജിൽ നിന്ന് ഇവൾക്ക് PG ചെയ്യാനായിട്ടുള്ള അഡ്മിഷൻ മാതാവ് ഞങ്ങൾക്ക് തന്നു. അങ്ങനെ അവളെ അവിടെ പഠിച്ച് ഏകദേശം വളരെ ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ കെമിസ്ട്രി പഠിക്കുമ്പോൾ ലാബിലൊക്കെ കൂടുതൽ സമയം നിൽക്കണമായിരുന്നു. എൻ്റെ മോളുടെ കാലെപ്പോഴും മസിൽ കയറും. ഞാൻ എണ്ണയൊക്കെ തേച്ച് അങ്ങനെ ശാരീരികമായ പല ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അവൾ പഠിച്ച് ഈ വർഷം അവൾ ആ കോളേജിലെ ഫസ്റ്റ് റാങ്ക് ആവുകയും MG യൂണിവേഴ്സിറ്റിയിലെ 10th റാങ്ക് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ എൻ്റെ മോള് ദൈവം ഒത്തിരി വലിയ അനുഗ്രഹങ്ങൾ നൽകി എന്നെ അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഞാൻ ഈ പറഞ്ഞ അച്ഛൻ്റെ പ്രസംഗമോ കാര്യമൊന്നും അധികം ശ്രദ്ധിച്ചിട്ടില്ല. കാരണം എൻ്റെ ശ്രദ്ധ മുഴുവൻ വെളിയിലായിരുന്നു. അപ്പോൾ ഈ ഉടമ്പടി പുതുക്കിയതിന് ശേഷമാണ് ഞാൻ വീണ്ടും കാര്യപ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആരംഭിച്ചത്. ഇതിൽ കുറവുണ്ടായിരുന്നു. ഞാൻ പത്രം വാങ്ങിച്ച് വീടുകളിലും കടകളിലും ഓഫീസുകളിലും കൊടുക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ടും ചെയ്യുന്നത് ഞങ്ങൾ ഈ പ്രേക്ഷിത കൂട്ടായ്മയുണ്ട്, അവരുടെ കൂടെ കൂടിയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലുകളിലൊക്കെ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കും. അതുകൂടാതെ ഓർഫനേജിലൊക്കെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങളും ഭക്ഷണം കൊടുക്കും. പിന്നെ വഴിയരികിൽ നിൽക്കുന്നവർക്ക് പൊതിച്ചോറ് കെട്ടി കൊടുക്കാനുള്ള ശ്രമം ഉണ്ടാകും. പിന്നെ അറിയാത്തതുമായ രോഗികൾ എന്നെ സമീപിക്കുന്നവർക്കും എന്നെ അറിയാത്തവർക്കും പോലെ ഞാൻ സാമ്പത്തികമായിട്ട് സഹായം ചെയ്യുന്നുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങളൊക്കെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന എൻ്റെ ഈശോയ്ക്കും തിരുക്കുമാരന് നന്ദി പറയുന്നു. അതിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം പള്ളിയിലൊക്കെ പോകുമായിരുന്നു. ഇപ്പോൾ ഈ ഉടമ്പടിക്ക് ശേഷം വീണ്ടും എല്ലാ ദിവസവും പള്ളിയിൽ പോകും. മിക്കവാറും ദിവസങ്ങളിൽ പള്ളിയിൽ പോകും, കുർബാന സ്വീകരിക്കും. പിന്നെ ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോൾ ഓരോ കാര്യത്തും ഓരോ പ്രാർത്ഥനയായിരുന്നു. ഇപ്പോൾ ഞാൻ ഇവളെ എല്ലാ ദിവസവും പനിയുണ്ടോയെന്ന് അറിയാനായിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ എനിക്ക് ആകെ തമ്പുരാൻ എന്നൊരു സന്ദേശം തന്നെ 121 സങ്കീർത്തനം 8ാം അധ്യായമായിരുന്നു. പ്രഭാതത്തിന് കാരണത്തെ പറ്റി കേൾക്കട്ടെ, എന്നാൽ അങ്ങനെയാണ് ആശ്രയിക്കുന്നത്. അങ്ങനെ ആ വചനം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതോടൊപ്പം പള്ളിയിൽ പോകുമ്പോൾ ചൊല്ലിക്കൊണ്ട് പോകാനായിട്ട് ഞാനൊരു 4 സങ്കീർത്തന അധ്യായങ്ങൾ കാണാപ്പാഠം പഠിച്ച് അതും ചൊല്ലിക്കൊണ്ട് പള്ളിയിലേക്ക് പോകും. അപ്പോൾ വേറെ വലിയ ഓർമ്മകളൊന്നും എൻ്റെ മനസ്സിലേക്ക് വരില്ല. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന് എന്നെ അനുഗ്രഹിച്ച കൃപാസനം അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ എത്രയേറെ നന്ദി പറയുന്നു. എന്നെ സഹായിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞു.